യെസ്, അപ്പോൾ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശത്തിലാണ് നാടും നഗരവും. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വീട്ടിൽ കൂടി ചേരുകയാണ്. കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നിന്നും ലിഡിയ ജേക്കബാണ് എന്താണ് ക്രിക്കറ്റ് ആവേശം കൊച്ചിയിൽ എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ലിഡിയ, കൊച്ചിയിൽ എവിടെയാണ് ഇപ്പോൾ ലിഡിയ ഉള്ളത്? എന്താണ് ഇവിടുത്തെ ക്രിക്കറ്റ് ആരാധകരുടെ പ്രതികരണം? പ്രജിൻ, തൃപ്പൂണിത്തുറ പൂജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത്. സാധാരണഗതിയിൽ ഒരുപാട് ടൂർണമെന്റുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇന്നും ഒരുപാട് ടൂർണമെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടൂർണമെന്റ് കഴിഞ്ഞ് കപ്പടിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് കേട്ടോ എൻ്റെ കൂടെയുള്ളത്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് വലിയ ക്രിക്കറ്റ് പാരമ്പര്യമുള്ള ഒരു നാട് കൂടിയാണ്. അവിടെയാണ് ആളുകൾ ഇങ്ങനെ കളിക്കുന്നത്. ഇന്ന് രാവിലെയും ടൂർണമെന്റുകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ വിഷയം അതല്ല. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടന്മാർ ഇന്ന് കളത്തിലിറങ്ങുകയാണ് എന്നുള്ളതാണ്. അല്ലേ ചേട്ടന്മാർ, എത്രത്തോളം ഉണ്ട് ആവേശം? ഉറപ്പായിട്ടും നമ്മളെ ഇന്ത്യ ജയിച്ചിരിക്കും. 100%. ഞങ്ങൾ ഇന്ന് ജയിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ഇന്ന് ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. നമ്മുടെ സഞ്ജു സാംസൺ പൊളിക്കും. നിങ്ങൾ ജയിച്ച പോലെ ഇന്ത്യ ഇന്ന് ജയിക്കും. ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ ഇന്ന് പൊളിക്കും എന്നല്ലേ? ഒന്നും നോക്കാനില്ല. സഞ്ജുവും ഫോമാവും, ബൂമറയും ഫോമാവും. നമ്മൾ കപ്പടിക്കുകയും ചെയ്യും. സൂപ്പറായിട്ട് സഞ്ജുവിന്റെ ഒരു പെർഫോമൻസിന് കൂടിയിട്ടാണ് നമ്മൾ മലയാളികൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മിന്നുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. അതേ പ്രകടനം തുടർച്ചയായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് സഞ്ജു സെഞ്ചുറി അടിക്കും അല്ലെ? തീർച്ചയായും ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തോൽവിയുടെ ഒരു ഇതുള്ള ഗ്രൗണ്ടാണ്. അവിടെ നമ്മൾ ഇന്ന് ജയിക്കും. അതാണ് ബൂംറയും ഇന്ന് നമ്മുടെ തുറുപ്പ് ചീട്ടാണ്. ബൗളിംഗിലെ നമ്മുടെ തുറുപ്പ് ചീട്ടാണ് ബൂംറ ഇന്ന് കത്തിക്കയറും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അല്ലേ? അതെ തന്നെ, ബൂമറ കത്തിക്കയറും ഉറപ്പായിട്ടും. ആദ്യത്തെ സ്പെല്ല് ബൂമറയെ കൊണ്ട് ചെയ്യിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും എത്രത്തോളം ഉണ്ട് ആവേശം, എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? ഒന്ന് ചെയർ ചെയ്തേ. അത് തന്നെയാണ്, വലിയ ആവേശത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ക്രിക്കറ്റ് ആരാധകർ, ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ എല്ലാവരും വലിയ ആവേശത്തിലാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിലാണ്. ഈ ആവേശത്തിൽ തന്നെയാണ് നമ്മളും ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ ഒപ്പം തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയത്തിനുള്ളിൽ കളി ആരംഭിക്കും. പിന്നീട് അങ്ങോട്ട് പൂരം തുടങ്ങുകയാണ്. ലിഡിയ എന്തായാലും കളി കാണുന്നുണ്ടല്ലോ. അപ്പോ സഞ്ജു എത്ര സ്കോർ ചെയ്യുന്നതാണ് ലിഡിയയുടെ ഒരു പ്രഡിക്ഷൻ? പ്രജിൻ, സെഞ്ചുറി അടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ജസ്റ്റ് മിസ്സായിട്ട് അത് പോയിരുന്നു. അപ്പോൾ സഞ്ജു ഇപ്രാവശ്യം സെഞ്ചുറി അടിക്കണം. ഇന്നത്തെ കളി സഞ്ജുവിലൂടെ ഒരു ജയം, സഞ്ജുവിലൂടെ ഒരു കപ്പ് വേണമെന്ന് തന്നെയാണ് എല്ലാ മലയാളികളെയും പോലെ തന്നെ എൻ്റെയും ആഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.